ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഉലർത്താണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങുള്ളടുത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 300 ഗ്രാം അളവിൽ വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ തിന്നായിട്ട് അരിയേണ്ട, അതുപോലെ തന്നെ ഒരുപാട് വലിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ഇളം വെണ്ടയ്ക്ക നോക്കി എടുക്കണം കേട്ടോ. അതായത് ഒരുപാട് വിളഞ്ഞ വെണ്ടയ്ക്ക എടുക്കരുത് കേട്ടോ, എങ്കിൽ പിന്നെ ഹാർഡായി പോകും. അതിൻ്റെ പേരിൽ ഇളം വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് കഴുകി ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്കയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ആ ഒരു തിക്നെസ് ഒക്കെ ഒന്ന് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഹൈയിൽ വെക്കേണ്ട, തീരെ കുറച്ചും വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ആ തിക്നെസ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ പരിപ്പും ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സവാളയും കൂടി ചേർക്കാം. സവാളയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാളയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് സവാള എല്ലാം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു വലിയൊരു പച്ചമുളക് ഒന്ന് 2ആയിട്ടൊന്ന് വകന്നെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമുളകും കൂടി ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയും പച്ചമുളകും ചേർത്തിട്ട് ലൈറ്റായിട്ട് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ ഒരേ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരുപാട് കനത്തിൽ അരിയണ്ട, ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കുകയാണ്. അത്യാവശ്യം എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് ഈ അളവിൽ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ മതിയാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇനി വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. കൂടെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റാവുന്നതാണ്. ഒരല്പസമയം ഇതൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് ഒരല്പം മാത്രം വെള്ളം കൂടി ചേർക്കാം. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം മതിയാവും കേട്ടോ. ഒരുപാട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാനാണ് നമ്മൾ ഒരല്പം വെള്ളം ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ടാവും. നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്.
അപ്പോൾ ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് പിടിക്കുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഒരു 3 മിനിറ്റും കൂടി നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ മസാല കംപ്ലീറ്റ് അടിയിലേക്ക് പിടിക്കാനായിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് തന്നെ വെച്ചിരിക്കണം കേട്ടോ. അത്രയും സമയം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഉലർത്ത് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നല്ല സൂപ്പറായിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അല്പം കൂടി ഒരു ഗ്രേവി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുഴഞ്ഞ രീതിക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിക്ക് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു വെണ്ടയ്ക്ക റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.